അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 13 തിങ്കളാഴ്ച. സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ പൊതുയിടങ്ങളിലും സ്ത്രീകൾ സുരക്ഷിതമായിരിക്കണമെന്നും അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതെല്ലാം കർക്കശമായി നേരിടുന്ന നിലപാട് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന വ്യാപകമായ പെട്രോൾ പമ്പുകൾ ഇന്ന് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ അടച്ചിടും. പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റേതാണ് തീരുമാനം. പെട്രോളിയം ഡീലേഴ്സ് നേതാക്കളെ മർദ്ദിച്ചെന്നാരോപിച്ചാണ് പ്രതിഷേധം. പീച്ചി ഡാം റിസർവോയറിൽ വീണ 4 വിദ്യാർത്ഥിനികളിൽ ഒരാൾ മരിച്ചു. 2 പേരുടെ നില ഗുരുതരമാണ്. പട്ടിക്കാട് ചുങ്കത്ത് ഷാജന്റെയും സിജിയുടെയും മകൾ അലീന ഷാജനാണ് മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. ഇന്നലെ വൈകിട്ട് 3:00-ഓടെയാണ് സംഭവം. 4 പേരും തൃശൂർ സെയിന്റ് ക്ലേയേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. പള്ളിപ്പെരുന്നാൾ ആഘോഷത്തിന് പീച്ചിയിലുള്ള സുഹൃത്തിന്റെ വീട്ടിലെത്തിയ ഇവർ റിസർവോയർ കാണാൻ പോയപ്പോഴാണ് അപകടം ഉണ്ടായത്. കുർബാന തർക്കത്തിന്റെ പേരിൽ വിമത വിഭാഗമായുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രാത്രിയിലും സമവായ നീക്കം. വിമത വിഭാഗവുമായി മാർ ജോസഫ് പംപ്ലാനി ചർച്ച നടത്തും. പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കിയ 21 വൈദികരെയും ബിഷപ്പ് ഹൌസിലേക്ക് തിരിച്ചു കയറ്റാനും കളക്ടർ വിളിച്ച ചർച്ചയിൽ ധാരണയായി. ചർച്ചകളിൽ പ്രതീക്ഷയെന്ന് വിമത വിഭാഗം വ്യക്തമാക്കി. അതിരൂപതയുടെ ഭരണം നേരിട്ട് ഏറ്റെടുത്തതിന് പിന്നാലെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും മെത്രാപ്പൊലീത്തൻ വികാരിയായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും ഇന്നലെ അതിരൂപതയിൽ എത്തിയിരുന്നു. തുറന്ന മനസ്സോടെയുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ ഏകീകൃത കുർബാന എന്ന സിനഡ് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നുമാണ് ഇരുവരും അറിയിച്ചത്. അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനമായ കൊച്ചിയിലെ മേജർ ആർച്ച് ബിഷപ്പ് ഹൌസിൽ അതിക്രമിച്ചു കയറി സംഘർഷമുണ്ടാക്കിയതിൽ വൈദികർക്കെതിരെ 3 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വൈദികർക്കെതിരെ പുതിയ കേസുകൾ. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി കോൺഗ്രസ് നേതാവും അർബൻ ബാങ്ക് മുൻ ചെയർമാനുമായ പ്രൊഫസർ KP തോമസ് എഴുതിയ പുസ്തകം വീണ്ടും ചർച്ചയാകുന്നു. ബാങ്ക് ചെയർമാനായിരുന്ന തന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയതിന് പിന്നിൽ IC ബാലകൃഷ്ണനാണെന്ന് വെളിപ്പെടുത്തുന്ന തോമസ് ബാങ്കിലെ 50-ലേറെ നിയമനങ്ങളിൽ കണ്ണുവച്ചായിരുന്നു ഈ നീക്കമെന്നും ആരോപിക്കുന്നു. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ വീട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് സന്ദർശിക്കും. വിജയൻ എഴുതിയ കത്ത് കുടുംബം വായിച്ചു കേൾപ്പിച്ചപ്പോൾ കത്തിൽ വ്യക്തതയില്ലെന്ന് VD സതീശൻ പറഞ്ഞത് വിവാദമായിരുന്നു. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. നിലമ്പൂർ MLA PV അൻവർ രാവിലെ 9:30 തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തും. പ്രധാനപ്പെട്ട വിഷയം അറിയിക്കാനുണ്ടെന്നാണ് PV അൻവർ അറിയിച്ചിരിക്കുന്നത്. MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയും അൻവർ ആലോചിക്കുന്നതായി സൂചന. തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വമെടുക്കാൻ സ്വതന്ത്ര MLA സ്ഥാനം തടസ്സമാണെന്നാണ് വിവരം. 2011-16 വരെ ഒരു ദുരന്തവും കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും എന്നാൽ UDF ഭരണം എന്ന ദുരന്തമുണ്ടായെന്നും പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ എല്ലാം ഭംഗിയായി നടക്കുന്നില്ലേയെന്നും അദ്ദേഹം ചോദിച്ചു. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ PK സുരേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് അക്കൌണ്ട് പോലീസ് മരവിപ്പിച്ചു. സൈബർ ആക്രമണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സൈബർ ക്രൈം പോലീസ് നടപടി സ്വീകരിച്ചത്. സംസ്ഥാനത്ത് വാട്ടർ മെട്രോ വിജയകരമായതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാട്ടർ മെട്രോ മാതൃകയിൽ ജലഗതാഗതം ആരംഭിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചു. കൊച്ചി വാട്ടർ മെട്രോ സർവീസുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചതോടെയാണ് രാജ്യത്തെ വിവിധയിടങ്ങളിൽ ഇതേ മാതൃകയിൽ ജലഗതാഗതം ആരംഭിക്കാനുള്ള നടപടികൾക്ക് തുടക്കമിടുന്നത്.
പത്തനംതിട്ടയിലെ പീഡനക്കേസ് അന്വേഷണത്തിന് വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള SIT രൂപീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പെൺകുട്ടി 5 വർഷത്തോളം പീഡനത്തിനിരയായ സംഭവം ഞെട്ടിക്കുന്നതെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കുട്ടികളുടെ സുരക്ഷയിൽ സർക്കാർ തലത്തിൽ ജാഗരൂകമായി ഇടപെടൽ അനിവാര്യമെന്നും പറഞ്ഞു. പത്തനംതിട്ട പീഡനക്കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിൽ പത്തനംതിട്ട SP, DYSP എന്നിവരുൾപ്പെടെ 25 അംഗ ഉദ്യോഗസ്ഥ സംഘമാണ് കേസ് അന്വേഷിക്കുക. ദേശീയ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ കർശന നടപടികൾ ആവശ്യപ്പെട്ടതോടെയാണ് അന്വേഷണ മേൽനോട്ടം DIGക്ക് കൈമാറിയത്. പത്തനംതിട്ടയിൽ 60-ലേറെ പേർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ അറസ്റ്റിലായവരുടെ എണ്ണം 30ആയി. ഞായറാഴ്ച രാവിലെയും ശനിയാഴ്ച രാത്രിയിലുമായി 13 പേരെ പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിൽ 10 പേരുടെ അറസ്റ്റ് 2 ഘട്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള മറ്റ് 3 പേരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി R നാസർ തുടരും. കായംകുളം MLA U പ്രതിഭയെയും മാവേലിക്കര MLA MS അരുൺകുമാറിനെയും ഉൾപ്പെടെ 4 പേരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. അതേസമയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 5 പേരെ ഒഴിവാക്കി 46 അംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത്. CPM ജില്ലാ കമ്മിറ്റിയിൽ എടുത്തതോടെ പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്വമെന്ന് U പ്രതിഭ MLA. പാർട്ടിക്ക് തന്നെപ്പറ്റി വിവാദങ്ങളില്ലെന്നും എന്നും ഏത് പ്രതിസന്ധിയിലും വ്യക്തിപരമായാലും സംഘടനപരമായാലും ആലപ്പുഴയിലെ പാർട്ടി ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് രാഹുൽ ഈശ്വർ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കേസെടുക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടിയ വേളയിലാണ് ഹൈക്കോടതിയിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഹർജി ഇന്ന് പരിഗണിക്കും. അതേസമയം രാഹുൽ ഈശ്വറിനെതിരായ ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. പരാതിയിൽ നേരിട്ട് കേസെടുക്കണോ എന്ന് നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമാകും തുടർ നടപടിയെന്നാണ് പോലീസ് പറയുന്നത്. RJD LDF വിടുമെന്ന പ്രചാരണത്തിലും ചർച്ചകളിലും നിലപാട് വ്യക്തമാക്കി KP മോഹനൻ MLA. RJD മുന്നണിയിൽ ഹാപ്പിയല്ലെന്നും എന്നാൽ LDF വിടില്ലെന്നും KP മോഹനൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും കൂടുതൽ സൌകര്യമുള്ള സൂപ്പർ മാർക്കറ്റുകളാക്കി മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. പെരിന്തൽമണ്ണ ഏലംകുളത്ത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സർക്കാരിന്റെ ആരോഗ്യ സൌകര്യങ്ങൾ വഴി ഇതുവരെ വൈദ്യസഹായം നൽകിയത് 2.89 ലക്ഷത്തിലേറെ പേർ. ജനുവരി 10 വരെയുള്ള കണക്കനുസരിച്ച് 2,16,969 രോഗികൾ ആശുപത്രികളിലും 72,654 രോഗികൾ അടിയന്തര വൈദ്യസഹായ കേന്ദ്രങ്ങളിലുമായി ചികിത്സ തേടിയിട്ടുണ്ട്. 649 എമർജൻസി കേസുകൾക്ക് അടിയന്തര വൈദ്യസഹായ കേന്ദ്രങ്ങളിൽ സേവനവും നൽകി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അച്ഛനെ മക്കൾ സമാധിയിരുത്തിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി കളക്ടറുടെ ഉത്തരവ് തേടുമെന്നും അനുമതി ലഭിച്ചാലുടൻ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് അറിയിച്ചു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിൽ നിന്നും AIADMKയ്ക്ക് പിന്നാലെ BJPയും പിന്മാറി. മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ പറഞ്ഞു. BJPയും പിന്മാറിയതോടെ DMK സ്ഥാനാർത്ഥിക്ക് അനായാസ ജയം ഉറപ്പായി. സംക്രാന്തി ദിനത്തിൽ കോഴിപ്പോരിന് കുപ്രസിദ്ധമായ ഇടങ്ങളിൽ AI ഡ്രോൺ പ്രയോഗിക്കാൻ ആന്ധ്രാപ്രദേശ് പോലീസ്. പൊങ്കലും മകരസംക്രാന്തിയോടുമനുബന്ധിച്ച് കോഴിപ്പോര് നടത്തുന്നതിന് വിലക്കുണ്ടെങ്കിലും കൃഷ്ണ, NTR, എലൂരു, ഗോദാവരി ജില്ലകളിൽ രഹസ്യമായി കോഴിപ്പോരുകൾ നടത്താറുണ്ട്. സംക്രാന്തി ദിനങ്ങളുടെ ആഘോഷങ്ങളുടെ പേരിലാണ് ഇവ സംഘടിപ്പിക്കുന്നത്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തിയാൽ വിദ്യാസമ്പന്നരായ ഓരോ യുവാക്കൾക്കും യുവ ഉദാൻ യോജന പ്രകാരം 1 വർഷത്തേക്ക് 8,500 രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ്. തൊഴിൽ രഹിതരായ യുവാക്കൾക്കുള്ള സാമ്പത്തിക സഹായം മാത്രമല്ല, അവർ പരിശീലിച്ച മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കുമെന്നും കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. രാജ്യതലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചൂടിന് ആക്കം കൂട്ടി സർവേ ഫലം പുറത്ത്.
തലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പോരിൽ ഹാട്രിക് വിജയം നേടിയ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയെന്നാണ് ഫലോദി സത്ത ബസാറിന്റെ സർവേയിലെ പ്രവചനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ നേട്ടമുണ്ടാക്കിയ ബിജെപിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് പ്രവചനം. കഴിഞ്ഞ തവണ 0 സീറ്റിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസിനാകട്ടെ ഇക്കുറി മെച്ചമുണ്ടാകുമെന്നും സർവേ വ്യക്തമാക്കുന്നു. ദേശീയ തലസ്ഥാനത്ത് ഇന്നലെ രാവിലെയുണ്ടായ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഗതാഗത തടസ്സം. ട്രെയിനുകളും വിമാന സർവീസുകളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു. ഇന്ത്യൻ റെയിൽവേയുടെ കണക്കനുസരിച്ച് ഡൽഹിയിലെയും ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളിലും അനുഭവപ്പെട്ട മൂടൽമഞ്ഞ് കാരണം ഡൽഹിയിലേക്കുള്ള 25 ട്രെയിനുകൾ വൈകിയോടുന്നു. മഹാകുംഭമേളയ്ക്കായി ഒരുങ്ങി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. 1 മാസത്തിലധികം നീളുന്ന ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചടങ്ങിലേക്ക് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ദില്ലിയിലെത്തി ക്ഷണിച്ചു. 40 കോടിയിലധികം തീർത്ഥാടകർ ചടങ്ങിനെത്തുമെന്നാണ് പ്രതീക്ഷ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വെല്ലുവിളിച്ച് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിലെ ചേരി പൊളിച്ചുമാറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കുകയും കുടിയിറക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്താൽ ഡൽഹി തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാതിരിക്കാമെന്ന് കെജ്രിവാൾ അമിത്ഷായോടായി പറഞ്ഞു. ചൈനയിൽ പുതിയ സാംക്രമിക രോഗങ്ങൾ ഒന്നുമില്ലെന്ന് വ്യക്തമാക്കി ചൈനീസ് ദേശീയ ഹെൽത്ത് കമ്മീഷൻ. ബീജിംഗിൽ വാർത്താ സമ്മേളനത്തിലാണ് ചൈന ഔദ്യോഗികമായി ഇത് പ്രതികരിച്ചത്. രാജ്യത്ത് നിലവിലുള്ള ശ്വാസകോശ പകർച്ചവ്യാധികൾ എല്ലാം തിരിച്ചറിയപ്പെട്ട രോഗാണുക്കൾ കാരണമാണെന്ന് ഹെൽത്ത് കമ്മീഷനിലെ വിദഗ്ധർ കണക്കുകൾ വിശദീകരിച്ച് വ്യക്തമാക്കി. റഷ്യൻ എണ്ണ ഉൽപാദകർക്കും കപ്പലുകൾക്കുമെതിരെ US കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ചൈന ഇന്ത്യൻ റിഫൈനറുകൾ മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങേണ്ടി വരുമെന്ന് റിപ്പോർട്ട്. അങ്ങനെ വന്നാൽ എണ്ണവില ഉയർന്നേക്കുമെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലെ കാട്ടുതീ ദിവസങ്ങൾ പിന്നിട്ടിട്ടും അണയ്ക്കാൻ ആകുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ. ഇതിനിടെ കാറ്റുകൂടി മേഖലയിൽ ശക്തമായതോടെ തീയണയ്ക്കാൻ സാധിക്കാതെ രക്ഷാപ്രവർത്തകർ കഷ്ടപ്പെടുകയാണ്. ഇതിനോടകം 12,000 കെട്ടിടങ്ങളും 22,000 ഏക്കറിലധികം സ്ഥലങ്ങളും ചാമ്പലാക്കിയ കാട്ടുതീയിൽ 16 പേർ മരിച്ചതായാണ് ലഭ്യമാകുന്ന വിവരം. ചില മേഖലയിൽ വീശിയടിച്ച കാറ്റിനൊപ്പം മണിക്കൂറിൽ 100 മൈൽ വേഗതയിലാണ് തീ പടർന്നത്. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരത്തിൽ മാർച്ച് 21 തുടക്കമാകുമെന്ന് BCCI വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല അറിയിച്ചു. ഇന്നലെ BCCI ആസ്ഥാനത്ത് നടന്ന യോഗത്തിന് പിന്നാലെയാണ് ശുക്ല IPL മത്സരങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. മെയ് 25 ഫൈനൽ. അയർലൻഡ് വനിതകൾക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര നേടി ഇന്ത്യൻ വനിതകൾ. ഇന്നലെ നടന്ന 2ാം ഏകദിനത്തിൽ 116 റൺസിന് ജയിച്ചതോടെയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 370 റൺസാണ് അടിച്ചെടുത്തത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അയർലൻഡിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. റയൽ മാഡ്രിഡിനെ നിഷ്പ്രഭരാക്കിയ ബാഴ്സലോണയ്ക്ക് സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ നടന്ന കലാശപ്പോരിൽ 2-നെതിരെ 5 ഗോളുകൾക്ക് റയലിനെ തകർത്താണ് ഹാൻസി ഫ്ലിക്കിന്റെ സംഘം കിരീടം ഉയർത്തിയത്. ബാഴ്സയുടെ 15ാം സൂപ്പർ കപ്പ് കിരീട നേട്ടമാണ് ഇത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.